സ്ക്രീൻ പ്ലേ റൈറ്റിംഗ് ഒരു തിരക്കഥാകൃത്ത് തൻ്റെ മനസ്സിൽ കണ്ട ആ ഒരു സിനിമ ഒരു സംവിധായകനോ ടെക്നീഷ്യൻസിനോ മനസ്സിലാവാൻ വേണ്ടിയിട്ട് എഴുതി വെക്കുന്ന ഒരു ഡോക്യുമെൻ്റ്. അപ്പോൾ ഈ ഒരു ഡോക്യുമെൻറ്റിന് കൃത്യമായിട്ടുള്ള ഫോർമാറ്റ് ഉണ്ട്, കൃത്യമായിട്ടുള്ള എഴുതേണ്ട രീതികളുണ്ട്. അപ്പോൾ നല്ലൊരു തിരക്കഥയാണ് പ്രോപ്പറായിട്ടാണ് എഴുതിയിട്ടുള്ളതെങ്കിൽ ഇത് വായിക്കുന്ന ആർക്കും തന്നെ 2.5 മണിക്കൂർ സിനിമ വായിക്കുമ്പോൾ തന്നെ മനസ്സിൽ കാണാനായിട്ട് പറ്റും. ഞാനീ പറഞ്ഞത് 2.5 മണിക്കൂറുള്ളൊരു തിരക്കഥ കുത്തിയിരുന്ന് വായിക്കുന്ന കാര്യമാണ്. എന്നാൽ തുടക്കക്കാരുടെ കേസിലേക്ക് വരുന്ന സമയത്ത് പല ആൾക്കാരെയും തിരക്കഥ ആരും ഇത്രയും ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് വായിക്കാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പം നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ ഇവിടുത്തെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നിങ്ങളുടെ തിരക്കഥ നല്ലതാണോ എന്നുള്ളതല്ല. നിങ്ങളുടെ തിരക്കഥ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് കഥ പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവുണ്ടോ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നോക്കുന്നത് നിങ്ങൾ ഇതിനു മുമ്പ് എന്തെങ്കിലും ഷോർട്ട് ഫിലിമോ അല്ലെങ്കിൽ ചെറിയ കാര്യങ്ങൾ ചെയ്ത് പ്രൂവ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് കേസിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കഥ പറയാൻ പല ആൾക്കാർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. ചിലപ്പോൾ നല്ലതുപോലെ തിരക്കഥ എഴുതുന്ന നല്ല ഭാവനയുള്ള ആൾക്കാരായിരിക്കും, പക്ഷേ അവർക്ക് അവരുടെ ആ ഒരു കണ്ടൻറ്റ് മറ്റൊരാളെടുത്ത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാനുള്ള ആ ഒരു സ്കില്ലില്ലായിരിക്കാം. ഇനി രണ്ടാമത്തെ പ്രശ്നം എന്ന് പറയുന്നത് തിരക്കഥ എഴുതുന്ന ആൾക്കാർ ശരിക്കും ഷോർട്ട് ഫിലിം ചെയ്ത് കാണിക്കേണ്ട ആവശ്യമില്ല. ഷോർട്ട് ഫിലിം എന്ന് പറയുന്ന ഒരു ഡയറക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ കൂടുതലായിട്ട് ചെയ്താൽ മതി. എന്നാൽ തിരക്കഥ മാത്രം എഴുതാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ആ ഒരു മേഖലയിൽ മാത്രം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ഷോർട്ട് ഫിലിമിന് ചെയ്യേണ്ട പോലും ആവശ്യമില്ല. അപ്പോൾ ഈ രണ്ട് കേസിലും ഒരു തിരക്കഥാകൃത്ത് പെട്ടുപോകാറുണ്ടല്ലേ. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ രണ്ട് കേസിനുമുള്ള ഒരു സൊല്യൂഷനാണ് ഞാൻ നിങ്ങളുടെ മുന്നോട്ട് വെക്കുന്നത്. അതാണ് വിഷ്വൽ പ്രോംപ്റ്റ് റൈറ്റിംഗ്. ഇന്ന് ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ഏത് ടെക്നീഷ്യൻസിനെ എടുത്താലും ഏറ്റവും എളുപ്പത്തിൽ ഇത് ചെയ്യാനായിട്ട് പറ്റുന്ന തിരക്കഥാകൃത്തുക്കൾക്ക് തന്നെയാണ്. കാരണം തിരക്കഥയുമായിട്ട് അത്ര റിലേറ്റഡ് ആണ് ഈ പറയുന്ന വിഷ്വൽ പ്രോംപ്റ്റ് റൈറ്റിംഗ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ പേര് കേട്ടിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, വളരെ വളരെ സിമ്പിളാണ്. തിരക്കഥാകൃത്തുക്കൾക്ക് ഇത് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ എന്താണ് വിഷ്വൽ പ്രോംപ്റ്റ് റൈറ്റിംഗ്, ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, നിങ്ങളുടെ ഒരു തിരക്കഥ എടുത്തിട്ട് ഇത്തരത്തിൽ വിഷ്വൽ പ്രോംപ്റ്റിലേക്ക് മാറ്റുന്ന സമയത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട 4 ബേസിക് കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കംപ്ലീറ്റ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിനൊപ്പം തന്നെ ഇത്തരത്തിൽ ക്യാമറ സെലക്ട് ചെയ്യാനും അതുപോലെ തന്നെ ഫോക്കൽ ലെന്ത് സെലക്ട് ചെയ്യാനും ഷട്ടർ സ്പീഡ് സെലക്ട് ചെയ്യാനും അപ്രേച്ചറൊക്കെ സെലക്ട് ചെയ്തിട്ട് കൃത്യമായിട്ട് നിങ്ങൾക്ക് വേണ്ട ഇൻപുട്ട് കൊടുത്ത് AI ഫിലിം മേക്കിംഗ് ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലൻ ടൂൾ ഞാൻ വീഡിയോയുടെ അവസാനം നിങ്ങളെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഞാൻ അമലക്ഷി. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് സിനിമയെ സീരിയസ് ആയിട്ട് കാണുകയും അതിലൊരു കരിയർ ബിൽഡ് ചെയ്യാനും ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് എല്ലാ വർഷവും ഞാനൊരു ഓൺലൈൻ വർക്ക്ഷോപ്പ് നടത്താറുണ്ട്. അപ്പോൾ കഴിഞ്ഞ തവണത്തെ വർക്ക്ഷോപ്പ് എന്ന് പറഞ്ഞ് കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു. ഈ വർഷത്തെ വർക്ക്ഷോപ്പ് അടുത്ത മാസം നടത്താനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു 3 ദിവസത്തെ ഓൺലൈൻ വർക്ക്ഷോപ്പ് ആയിരിക്കും. ആദ്യത്തെ ദിവസം നമ്മൾ സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ആയിരിക്കും കവർ ചെയ്യുന്നത്, രണ്ടാമത്തെ ദിവസം നമ്മൾ AI ഫിലിം മേക്കിങ്ങും, മൂന്നാമത്തെ ദിവസം ഫിലിം ഡയറക്ഷനുമായിരിക്കും കവർ ചെയ്യുന്നത്. സ്ക്രിപ്റ്റ് റൈറ്റിംഗും AI ഫിലിം മേക്കിങ്ങും ഞാൻ തന്നെ ആയിരിക്കും പഠിപ്പിക്കുന്നത്. എന്നാൽ ഫിലിം ഡയറക്ഷൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് തുണ്ട് സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള റിയാസ് ഷെരീഫ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു വർക്ക്ഷോപ്പിൽ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള Q&A സെക്ഷൻസ് ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് എന്ത് തന്നെയാണെങ്കിലും പഠിച്ച കാര്യങ്ങളെ ഡൗട്ട് അവിടെ ചോദിക്കാൻ പറ്റുന്നതാണ്. ഇത് മാത്രമല്ല, നിങ്ങളുടെ മുന്നിലേക്കുള്ള ജേണിയിൽ നിങ്ങൾക്ക് സപ്പോർട്ട് തരാനും നിങ്ങളുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് ഒരു വർഷത്തെ വാട്സപ്പ് സപ്പോർട്ട് ഞാൻ പ്രൊവൈഡ് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇതൊരു പെയ്ഡ് വർക്ക്ഷോപ്പാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ലിമിറ്റഡ് സീറ്റ്സ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടായിരിക്കുകയുള്ളൂ. ഇതിൻ്റെ ജോയിൻ ഫീ എന്ന് പറയുന്നത് 12,000 രൂപയാണ്. എന്നാൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ആദ്യം ജോയിൻ ചെയ്യുന്ന 10 പേർക്ക് 8,999 റുപ്പീസിന് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഞാൻ ഒന്നുകൂടി പറയുന്നു, സിനിമയെ സീരിയസ് ആയിട്ട് കാണുന്ന അതിലൊരു കരിയർ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് മാത്രം ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു കോഴ്സാണിത്. കാരണം ഇത്തരം ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇനി എവിടെയും കിട്ടുകയില്ല. അത്ര ഹൈ ക്വാളിറ്റിയിലാണ് ഈ ഒരു ക്ലാസ് ബിൽഡ് ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. അപ്പോൾ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയാനും ജോയിൻ ചെയ്യാനുമായിട്ട് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എന്താണ് വിഷ്വൽ പ്രോംപ്റ്റ് റൈറ്റിംഗ് എന്ന് നോക്കാം. അപ്പോൾ വിഷ്വൽ പ്രോംപ്റ്റ് റൈറ്റിംഗ് എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആദ്യം സ്ക്രീൻ പ്ലേയിലേക്ക് ഒന്ന് പോയി നോക്കാം. എന്താണ് സ്ക്രീൻ പ്ലേ, അല്ലെങ്കിൽ എന്തിനാണ് നമ്മൾ ശരിക്കും ഒരു തിരക്കഥ എഴുതുന്നത്? അതായത് ഒരു റൈറ്റർ ഉണ്ട്, അയാളുടെ മനസ്സിൽ ഒരു സിനിമയുണ്ട്. ആ സിനിമ അയാളുടെ മനസ്സിൽ തന്നെ വെച്ചിരുന്നാൽ പറ്റത്തില്ലല്ലോ. അത് ഒരു സംവിധായകനോടോ ഒരു പ്രൊഡ്യൂസറിനോടോ ഒരു ആർട്ടിസ്റ്റിനോടോ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അവർക്ക് കൂടി ഇഷ്ടപ്പെട്ടാൽ മാത്രമേ അതൊരു സിനിമയാവൂ അല്ലേ. അങ്ങനെ സിനിമയാക്കാൻ വേണ്ടിയിട്ട് ഒരു തിരക്കഥാകൃത്ത് അയാളുടെ മനസ്സിലുള്ളത് എന്താണോ അത് അതേപോലെ ഒരു വിഷ്വൽ റൈറ്റിംഗ് ആയിട്ട് എഴുതി വെച്ചിട്ട് കൊടുക്കുന്ന ഒരു ടൂൾ അല്ലെങ്കിൽ ഒരു ഡോക്യുമെൻ്റ്, അങ്ങനെ നമുക്ക് സ്ക്രീൻ പ്ലേ പറയാമല്ലേ. അതായത് നിങ്ങൾ തിരക്കഥ എഴുതി വെച്ചിട്ടുണ്ട്, ആ ഒരു തിരക്കഥ നിങ്ങൾ സംവിധായകർക്കും ടെക്നീഷ്യൻസിനും വായിക്കാൻ കൊടുക്കുന്നു, അവരത് വായിച്ച് മനസ്സിലാക്കുന്നു, അടിപൊളി, അങ്ങനെ തന്നെ കാര്യങ്ങൾ അവിടെ നടക്കട്ടെ. ഇതിനൊപ്പം തന്നെ നിങ്ങളൊരു വിഷ്വൽ പ്രോംപ്റ്റ് റൈറ്റിംഗ് കൂടി എഴുതുകയാണെങ്കിൽ അത് സംവിധായകർക്കോ ടെക്നീഷ്യൻസിനോ കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, പകരം AI കൊടുത്തുകൊണ്ട് AI നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു വിഷ്വൽ എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ കുറേയധികം അഡ്വാൻറ്റേജസ് ഉള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു വലിയ കോമ്പറ്റീഷൻ നടക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഇപ്പോൾ മലയാളം
ഫിലിം ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. ഈ സമയത്ത് ഒരാൾ തിരക്കഥ മാത്രമായിട്ട് ചെന്ന് നല്ല ഗംഭീരമായിട്ട് കഥ പറഞ്ഞു, അയാൾ ചെയ്തിട്ടുള്ള ഷോർട്ട് ഫിലിംസും അല്ലെങ്കിൽ അയാൾ മുമ്പ് ചെയ്തിട്ടുള്ള വർക്കൊക്കെ കാണിച്ച് ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് ആസ് എ റൈറ്റർ നിങ്ങൾക്ക് നല്ല കഥയുണ്ട് നിങ്ങളുടെ കയ്യിൽ, എന്നാലും നിങ്ങൾക്ക് കഥ പറയാൻ അറിയില്ല, നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്ത വർക്കുകളൊന്നും നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ നിങ്ങൾക്ക് കഥ പറയാനും നിങ്ങളുടെ വർക്ക് ചെയ്ത് കാണിക്കാനും ഈ ഒരു ഫിലിം മേക്കിംഗ് സിമ്പിളായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റും. നിങ്ങളൊരു 4-5 മിനിറ്റുള്ള ഒരു ചെറിയ കണ്ടന്റ്, ഒരു പൈലറ്റ് ഫിലിമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നല്ല 4K ക്വാളിറ്റിയിൽ എടുത്തിട്ട് അവരെ കൊണ്ട് കാണിക്കുകയാണെങ്കിൽ കഥ പറയണ്ട, നിങ്ങളുടെ ആ ഒരു സിനിമ തന്നെ കഥ പറഞ്ഞോളും. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു വിഷ്വൽ സെൻസും മറ്റ് കാര്യങ്ങളും കഥയും എല്ലാം തന്നെ ആ ഒരു 3-4 മിനിറ്റിൽ കാണുന്ന ആൾക്ക് മനസ്സിലാവും. കോമ്പറ്റീഷനിൽ നിങ്ങളുടെ ഈ 2 പോരായ്മകളും ഒറ്റയടിക്ക് കവർ ചെയ്യാനും ഇത് സഹായിക്കും. അപ്പോൾ പണ്ടത്തെ കാലത്ത് തിരക്കഥാകൃത്തുക്കൾ തിരക്കഥ മാത്രം എഴുതിയിട്ട് കഥ പറയാൻ പോകുന്നതിന് പകരം നിങ്ങൾ തിരക്കഥയും എഴുതണം, ആ എഴുതിയ തിരക്കഥയുടെ കൂടെ തന്നെ ഇത്തരത്തിൽ വിഷ്വൽ സിനിമയും ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു ഫിലിമും ചെയ്തിട്ട് രണ്ടുമായിട്ടാണ് നിങ്ങൾ അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അവിടെ കോമ്പറ്റീഷനിൽ നിങ്ങൾ വിൻ ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും തിരക്കഥ എഴുതിയതിനെ വളരെ കഷ്ടപ്പെട്ടാണ്, ഇനി ഇതിൻ്റെ പുറത്ത് എങ്ങനെയാണ് ഒരു പ്രോംപ്റ്റ് സ്ക്രിപ്റ്റ് കൂടി ചെയ്യുന്നതെന്ന്. എന്നാൽ നിങ്ങൾ മനസ്സിലാക്കിയോ, ഫിലിം ഇൻഡസ്ട്രിയിൽ ഏറ്റവും എളുപ്പത്തിൽ പ്രോംപ്റ്റ് സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് തിരക്കഥാകൃത്തിന് തന്നെയാണ്. കാരണം ഓൾറെഡി അയാൾ അതെല്ലാം തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ചൊന്ന് ഫോർമാറ്റ് മാറ്റിയിട്ട്, അതായത് മനുഷ്യന് മനസ്സിലാവുന്നതിൽ നിന്ന് എക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് കുറച്ചൊന്ന് ഫോർമാറ്റ് മാറ്റുകയാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കത് ചെയ്യാൻ പറ്റും. പഠിക്കാനുണ്ട്, ചെറുതായിട്ടൊരു മനസ്സ് മാത്രം കാണിച്ചാൽ മതി. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാൻ നിങ്ങൾക്കത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള കാര്യം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് വിഷ്വൽ പ്രോംപ്റ്റ് റൈറ്റിംഗ്, അത് എങ്ങനെയാണ് ചെയ്യേണ്ടത്, അതിൻ്റെ ആ ഒരു മേജറായിട്ടുള്ള 4 എലമെൻറ്റുകൾ എന്തൊക്കെയാണെന്ന് വെറുതെ പറയുകയല്ല, പ്രാക്ടിക്കലി ഞാൻ നിങ്ങളെ ചെയ്ത് കാണിച്ചു തരാനായിട്ട് പോവുക കണ്ടിരുന്നു. അപ്പോൾ വിഷ്വൽ പ്രോംപ്റ്റിംഗ് എന്താണെന്ന് നിങ്ങളെ സിമ്പിളായിട്ട് പറഞ്ഞു പഠിപ്പിച്ച് തരാൻ വേണ്ടിയിട്ട് ഞാൻ വന്നിരിക്കുന്ന ഗൂഗിൾ ലാബ്സിൻ്റെ ഫ്ലോ എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിലേക്കാണ്. അപ്പോൾ ഇവിടേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇമേജ് ജനറേഷൻ ടൂളാണ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ തിരക്കഥയിലെ ആ ഒരു വിഷ്വലിനെ അല്ലെങ്കിൽ ആ ഒരു സീനെയാണല്ലോ നമുക്ക് ഇതിലേക്ക് പ്രോംപ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ മുഴുവൻ സീനെ ഒന്നും എടുക്കുന്നില്ല, കാരണം മുഴുവൻ സീൻ എടുത്ത് ചെയ്യുകയാണെങ്കിൽ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് കൂടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളാക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ തിരക്കഥയിലെ ഒരു ലൈൻ എടുത്തിട്ട് അതിനെ എങ്ങനെയാണ് പ്രോംപ്റ്റ് ചെയ്ത് മാറ്റുന്നതെന്നാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. ശ്രദ്ധിച്ച് കണ്ടു. അപ്പോൾ നിങ്ങളുടെ തിരക്കഥയിലെ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സാമ്പിളിന് വേണ്ടി എടുക്കുകയാണ്, കടപ്പുറത്ത് കൂടി ഒരു കുതിരയെ ഓടിച്ചു പോകുന്ന 25 വയസ്സുള്ള ഒരു യോദ്ധാവ്. ഓക്കെ, അതാണ് നിങ്ങളുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു തിരക്കഥയിലെ ഒരു ലൈൻ എന്ന് വെക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ആ ഒരു ലൈൻ അതേപോലെ, അതായത് തിരക്കഥയിൽ നിങ്ങൾ എന്താണോ എഴുതി വെച്ചിരിക്കുന്നത് അതേപോലെ ആ ഒരു ലൈൻ നമുക്ക് ഇവിടെ കൊടുത്തിട്ട് ഒന്ന് പ്രോംപ്റ്റ് ചെയ്ത് നോക്കാം എന്ത് സംഭവിക്കുമെന്ന്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മലയാളത്തിൽ കൊടുത്തു നോക്കുകയാണ്. ഞാൻ ഇന്നുവരെ മലയാളത്തിൽ പ്രോംപ്റ്റ് കൊടുത്തു നോക്കിയിട്ടില്ല, പെട്ടെന്നൊന്നും തോന്നിയതാണ്, ഇന്ന് കൊടുത്തു നോക്കുകയാണ് എന്താണ് സംഭവിക്കുക നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് പ്രോംപ്റ്റ് കൊടുക്കാൻ നേരത്തെ ഇവിടെ 2 സെറ്റിംഗ്സ് ഓപ്ഷൻ ഉണ്ട്. അവിടേക്ക് പോകുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ആസ്പെക്ട് റേഷ്യോ മാറ്റാൻ പറ്റുന്നതാണ്. പോർട്രേറ്റ് ആക്കാൻ വേണേൽ ലാൻഡ്സ്കേപ്പ് ആക്കാം. അതുപോലെ എത്ര ഔട്ട്പുട്ട്സ് നിങ്ങൾക്ക് ഒരേ സമയം ജനറേറ്റ് ചെയ്യണം. അതായത് ഇവിടെ 4 ഔട്ട്പുട്ട് വരെ ഒരേ സമയം ജനറേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ തൽക്കാലം 2 മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് മോഡൽ മോഡൽ ഏത് വേണമെന്ന് കൊടുക്കാൻ പറ്റുന്നതാണ്. ഇപ്പോൾ നാനോ ബനാന ഉണ്ട്, നാനോ ബനാന പ്രോ ഉണ്ട്, ഇമേജൻ ഉണ്ട്. അപ്പോൾ നാനോ ബനാന പ്രോ ആണ് ഏറ്റവും ടോപ്പ് എന്നുള്ളതുകൊണ്ട് ഞാൻ തൽക്കാലം അത് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ജനറേറ്റ് ചെയ്ത് വരുന്നതെന്ന്. അപ്പോൾ നോക്കി, നമ്മൾ മലയാളത്തിൽ പ്രോംപ്റ്റ് കൊടുത്ത സമയത്ത് ഗൂഗിൾ തന്നെ അതിനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് നമ്മൾ പറഞ്ഞ ആ ഒരു സാധനത്തെ ഇമേജ് ആക്കി ജനറേറ്റ് ചെയ്ത് നമ്മുടെ മുന്നിലേക്ക് തന്നിട്ടുണ്ട്. എന്നാൽ ഈ ഇമേജ് കണ്ടപ്പോഴത്തേക്കും നിങ്ങൾ ശരിക്കും സാഡായി. കാര്യം എന്താ, നിങ്ങളുടെ തിരക്കഥയിൽ നിങ്ങൾ എഴുതി വെച്ചിരുന്നത് ഒരു മലയാള സിനിമയുടെ തിരക്കഥയാണ്. നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്ന ഏതോ ഒരു നായകൻ, ഒരു മലയാളിയായിട്ടുള്ളൊരു നായകനായിരുന്നു. എന്നാൽ ഇവിടെ നോക്കുമ്പോൾ ഏതോ ഒരു സായിപ്പ് കയറിയിട്ട് കുതിര ഓടിക്കുന്നു, നിങ്ങൾ ഫുൾ സെഡായി. മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ പ്രോംപ്റ്റ് കൊടുക്കാൻ നേരം നിങ്ങൾ 4 കാര്യങ്ങൾ അതിൽ ഉറപ്പായിട്ടും ആഡ് ചെയ്തിരിക്കണം. അങ്ങനെ ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ച അതേ സാധനം തന്നെ ഏകദേശം ഒരു 90% കറക്റ്റായിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതാണ് വാട്ട്, വെന്ന്, വെയർ, വൈ. ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ പ്രോംപ്റ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ എന്താണോ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഔട്ട്പുട്ട് കിട്ടുന്നതായിരിക്കും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ഒരു പ്രോംപ്റ്റിൽ വാട്ട് എന്തായിരുന്നു, അതായത് ഒരാൾ കുതിര ഓടിച്ചു പോകുന്നു എന്നുള്ളതായിരുന്നു വാട്ടിൽ എന്തെന്നുള്ളത്. എന്നാൽ അതുപോലെ നോക്കുകയാണെങ്കിൽ വെൻ എപ്പോഴാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആ ഒരു സമയം കൊടുത്തിട്ടില്ല, രാത്രിയിലാണോ പകലാണോ സന്ധ്യയ്ക്കാണോ എന്നുള്ളത് കൊടുത്തിട്ടില്ല. ഓക്കെ, അതുപോലെ നോക്കുകയാണെങ്കിൽ വെയർ എവിടെയാണെന്നുള്ളത് സീഷോർ ആണെന്ന്, കടപ്പുറത്തൂടെയാണെന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് അയാൾ പോകുന്നതെന്നുള്ളതും കൊടുത്തിട്ടില്ല, അയാൾ വെറുതെ പോവുകയാണോ എന്താണെന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഈ 4 എണ്ണത്തിൽ 2 കാര്യങ്ങൾ മാത്രമേ നമ്മൾ കൊടുത്തിരുന്നുള്ളൂ, ബാക്കി 2 കാര്യങ്ങൾ കൊടുത്തില്ല. അപ്പം നമ്മൾ ഈ കൊടുക്കാത്ത ഇൻപുട്ട് ഉണ്ടല്ലോ, ആ കൊടുക്കാത്ത ഇൻപുട്ട് എന്ത് ചെയ്യും, സ്വന്തമായിട്ട് അങ്ങ് കയറ്റും. അവർ എന്തെങ്കിലും കുഴപ്പമില്ല, ഞാനങ്ങ് ആഡ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് സ്വന്തമായിട്ട് ഈ ഇൻപുട്ടുകൾ കൊടുക്കും. നമ്മൾ എന്തെല്ലാം കൊടുത്തില്ല അതെല്ലാം സ്വന്തം കയ്യിൽ നിന്നിടും. അങ്ങനെ സ്വന്തമായിട്ട് കയ്യിൽ നിന്നിടുമ്പോൾ അറിയില്ല നമ്മൾ എന്താ ഉദ്ദേശിച്ചതെന്ന്. അപ്പോൾ രാത്രിയാണോ, നമ്മൾ ചിലപ്പോൾ രാത്രി ആയിരിക്കും ഉദ്ദേശിച്ചത്, ഇത് പകലാക്കി. അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചത് കറുത്ത കളർ കുതിരയാണെങ്കിൽ അതിനെ വെള്ള കളർ കുതിരയാക്കും. അങ്ങനെ ആ ഒരു ഇൻപുട്ട് അതിന് കിട്ടാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടായത്. അപ്പം നമ്മൾ ഈ ഇൻപുട്ടൊക്കെ കൊടുത്തിട്ട് ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കിയാലോ. അപ്പം ഞാനിവിടെ വാട്ട് കൊടുത്തിരിക്കുകയാണ്, എ വാരിയർ റൈഡിങ് ഹോഴ്സ് ഇൻ എ സീ ഷോർ വെൻ
അറ്റ് നൈറ്റ് വിത്ത് ഫുൾ മൂൺ, അതായത് രാത്രിയിലാണ് ഫുൾ മൂൺ ഉണ്ടെന്ന്. അതുപോലെ തന്നെ വേറെ എവിടെയാണ്, അതായത് കേരളത്തിലെ കടപ്പുറത്തുകൂടിയാണെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വൈ എന്തിനാണെന്ന് കൊടുത്തിട്ടുണ്ട്, അതായത് അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലേക്ക് പോയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ന്യൂസ് പറയണം, എമർജൻസി ആയിട്ടാണ് അയാൾ പോകുന്നതെന്നും കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇത് വെച്ചിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് റൺ ചെയ്ത് നോക്കാം. യെസ്, വന്നിട്ടുണ്ടല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താണ്, നിങ്ങൾ എന്താണോ മനസ്സിൽ ആഗ്രഹിച്ചത് അത് കുറച്ചുകൂടെ വന്നിട്ടുള്ളതായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ. അതായത് ഒരു 5% കൂടെ ബെറ്റർ ആയത് കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങൾക്ക് വേണ്ടിയിരുന്ന കേരള തീരമായിരുന്നു, അതുപോലെ തന്നെ മലയാളിയായിട്ടുള്ളൊരു യോദ്ധാവിനെയായിരുന്നു നിങ്ങൾക്ക് വേണ്ടത്, രാത്രിയായിരുന്നു വേണ്ടത്. ഈ സാധനങ്ങളൊക്കെ ഏകദേശം വന്നിട്ടുണ്ട്. എന്നാലും നിങ്ങൾ ആദ്യം കൊടുത്ത സമയത്ത് എന്താണ്, വെറുതെ എന്തോ ഒരു റാൻഡം സാധനമായിരുന്നു തന്നിരുന്നത്. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന സാധനം, ഇത് യൂട്യൂബിൽ നിങ്ങൾക്ക് വെറുതെ വീഡിയോസ് ഉണ്ടാക്കാൻ താല്പര്യമുള്ള ഒരാളാണെങ്കിൽ ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് കിടിലമായിട്ട് വീഡിയോസ് ഉണ്ടാക്കാം. എന്നാൽ നമ്മളിവിടെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഫിലിം മേക്കിങ്ങും ഫിലിം ഡയറക്ഷനെ പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഇതല്ല നമുക്ക് വേണ്ടത്. ഇങ്ങനെ ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ഇതിനെയാണ് പലരും ഫിലിം മേക്കിംഗ് അല്ലെങ്കിൽ എഐക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുന്നത്. എന്നാൽ ഇതല്ല സാധനം. ഇത് നിങ്ങൾക്ക് വെറുതെ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന പരിപാടിയാണ്. ഈ 4 സാധനങ്ങൾക്കൊപ്പം അതിനെ സിനിമാറ്റിക് ആക്കണമെങ്കിൽ കുറേയധികം കാര്യങ്ങൾ കൂടെ നമ്മൾ ചെയ്യേണ്ടതുണ്ട് പ്രോംപ്റ്റിങ്ങിൽ. അതെന്താണെന്നാണ് ഇനി പറഞ്ഞുതരാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ. നിങ്ങളുടെ തിരക്കഥയിലുള്ള ആ ഒരൊറ്റ വരിയെ ഒരു ഗംഭീര ഷോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് ഞാൻ സിനിമാറ്റിക് ആയ രീതിയിൽ പ്രോംപ്റ്റ് ചെയ്തിട്ടുള്ളതെന്നാണ് നിങ്ങളിത് ഈ കാണുന്നത്. അപ്പോൾ ഇവിടേക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ സിനിമാറ്റിക് വൈറ്റ് ഷോട്ട് ഓഫ് എ ട്രഡീഷണൽ 18th century കേരള വാരിയർ ഇൻ മുണ്ട് ആൻഡ് ലെതർ ആർമർ റൈഡിങ് എ ഡാർക്ക് ബ്രൗൺ ഹോഴ്സ് അറ്റ് ഫുൾ ഗലോപ്പ് അലോങ് ദ വെറ്റ് സാൻഡ്സ് ഓഫ് എ കേരള ബീച്ച്. അതായത് ആദ്യം തന്നെ ഏത് ഷോട്ടാണ് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നത്, വൈഡാണോ ക്ലോസപ്പ് ആണോ എന്താണ് ആ ഒരു ഷോട്ട് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് ആഡ് ചെയ്യണം. അതിനുശേഷം ആ ഒരു കാലഘട്ടം ഏതാണെന്നുള്ളത് പറയണം. അതിനൊപ്പം തന്നെ സബ്ജക്റ്റ് എന്താണ്, അതായത് ഇവിടെ ആ ഒരു യോദ്ധാവാണെന്നുള്ളതും അയാളുടെ വസ്ത്രം എന്താണെന്നും അയാൾ എന്താണ് ചെയ്യുന്നത്, അയാൾ കുതിര ഓടിക്കുകയാണല്ലേ, ആ കുതിരയുടെ നിറം എന്താണ്, ഈ പറഞ്ഞ കാര്യങ്ങൾ. അതുപോലെ ആ കുതിര ഓടുന്ന ഇത്തരത്തിൽ നനഞ്ഞു കിടക്കുന്ന മണ്ണിലാണ്. ഇതൊക്കെ വിഷ്വൽ നിങ്ങളൊരു തിരക്കഥ എഴുതുന്ന ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. അങ്ങനെ അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതണം. അപ്പോൾ ആ തിരക്കഥയിൽ തന്നെ എഴുതിയ സാധനത്തെയാണ് നിങ്ങൾ ഇങ്ങോട്ട് മാറ്റേണ്ടത്. ഇന്റൻസ് ഫുൾ മൂൺ ലൈറ്റിംഗ് ക്രിയേറ്റ് എ ഡേ ഫോർ നൈറ്റ് സിൽവർ ഗ്ലോ. അതായത് ഒരു ഫുൾ മൂൺ രാത്രിയാണെന്നും ആ ഫുൾ മൂണിൻ്റെ പ്രകാശത്തിൽ എന്താ പറയുക ഒരു പകൽ പോലെ കാണാനായിട്ട് വിഷ്വൽ കാണാനായിട്ട് പറ്റണമെന്നും അതുപോലെ തന്നെ ആ ഒരു സിൽവർ ഗ്ലോയിലായിരിക്കണം ആ ഒരു പിക്ചർ ഉണ്ടായിരിക്കണം. ആ ഒരു കളർ ടോൺ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നോക്കുകയാണെങ്കിൽ ഇൻ ബാക്ക്ഗ്രൗണ്ട്, അപ്പോൾ നമ്മൾ ഇത്രയും നേരം ആ ഒരു ഫോർഗ്രൗണ്ടിലുള്ള കാര്യങ്ങളാണ് പറഞ്ഞില്ലേ, മെയിനായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി ബാക്ക്ഗ്രൗണ്ടിലേക്ക് കടക്കുകയാണ് അടുത്ത ഘട്ടം. ഇൻ ബാക്ക്ഗ്രൗണ്ട് സിൽഹോട്ട്സ് ഓഫ് ലീനിങ് കോക്കനട്ട് പ്ലാം ട്രീസ് അഗൈൻസ്റ്റ് എ ഡീപ്പ് ഇൻഡിഗോ സ്കൈ. അതായത് ആ ഒരു മരം എന്ന് പറയുന്നത് ഒരു എന്താ പറയുക ഒരു നിഴൽ പോലെ നിന്നിട്ട്, അതിൽ ഒരു കറുത്ത നിഴൽ പോലെ നിന്നിട്ട് ആ ഒരു ബ്ലൂ ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റണം. അതായത് പച്ച തെങ്ങ് കാണാൻ പാടില്ല, പകരം ആ ഒരു ഇരുണ്ട തെങ്ങ് കാണണമെന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത് കൊടുത്തിരിക്കുന്നത് മാസീവ് മൂൺ റിഫ്ലക്റ്റിംഗ് ഇൻ ദ ക്രഷിംഗ് വേവ്സ് ഓഫ് ദ അറേബ്യൻ സീ. അതായത് ആ ഒരു കടലിൽ തിരമാലകൾ വരുന്നുണ്ട്, ആ തിരമാലകളിൽ ചന്ദ്രൻ്റെ ആ ഒരു ബിംബം റിഫ്ലക്റ്റ് ചെയ്ത് കാണണമെന്നുള്ളതാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നോക്കുകയാണെങ്കിൽ ഹൈ മോഷൻ ബ്ലർ ഓൺ ദ ഹോഴ്സ് ലെഗ്. അതായത് കുതിര ഓടുകയാണല്ലേ, കുതിര ഓടാൻ നേരത്ത് എന്താ വേണ്ടത്, ആ ഒരു കുതിരയുടെ കാലിൽ ആ ഒരു കുതിര ഓടുന്ന ഒരു സ്പീഡിൽ ഓടാൻ നേരം ഒരു മോഷൻ ബ്ലർ ഉണ്ടാവില്ല, അത് വേണം. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ ആ ഒരു അതിനകത്ത് കുതിര വെറുതെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നു. കുതിരയുടെ ആ ഒരു കാലിൽ ഒരു മോഷണോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. അതുപോലെ നോക്കുകയാണെങ്കിൽ വെള്ളം തെറിക്കണം, കുതിര ഓടുന്ന കടപ്പുറത്തോടാണെങ്കിൽ വെള്ളവും മറ്റും മണ്ണും കാര്യങ്ങളൊക്കെ തെറിക്കണമല്ലോ. അതുപോലെ നോക്കുകയാണെങ്കിൽ 4K റെസൊല്യൂഷനിലായിരിക്കണം, ഹൈപ്പർ റിയലിസ്റ്റിക് ആയിരിക്കണം. അതായത് കാർട്ടൂൺ പോലെ ഒന്നും തോന്നരുത്, ആണെന്ന് തോന്നരുത്. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഹൈപ്പർ റിയലിസ്റ്റിക് എന്നുള്ളൊരു പ്രോംപ്റ്റ് കൊടുക്കുന്നത്. അതുപോലെ ഒരു ഡ്രാമാറ്റിക് അറ്റ്മോസ്ഫിയർ ആയിരിക്കണം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങളെന്ന് പറയുന്നത് വളരെ മിനിമലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വളരെ ചുരുക്കി ആയിട്ടുള്ള സാധനമാണ്. കുറേയധികം കാര്യങ്ങൾ ഇനിയും സിനിമാറ്റിക് ആക്കുന്നതിന് വേണ്ടി നമ്മളിതിനകത്ത് ആഡ് ചെയ്യേണ്ടതുണ്ട്. എല്ലാം കൂടി ഒരുമിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവില്ല, അല്ലെങ്കിൽ നിങ്ങൾ പേടിച്ചിട്ട് എന്തോ വലിയ സംഭവമാണെന്ന് കരുതും. അത്രയ്ക്കൊന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ കിട്ടുന്നത് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതൊന്ന് റൺ ചെയ്ത് നോക്കാം എന്താണ് റിസൾട്ട് എന്നുള്ളത്. കണ്ടില്ലേ എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ഒരു ഇമേജിൽ വന്നിട്ടുള്ളതെന്ന്. നേരത്തെ പറഞ്ഞ കണക്കാൻ ആ ഒരു കുതിര വേഗത്തിൽ ഓടുകയാണെന്നുള്ള ആ ഒരു കുതിരയുടെ മോശം ബ്ലറും അല്ലെങ്കിൽ കുതിര ഓടാൻ നേരം വെള്ളം തെറിക്കുന്നതും അങ്ങനെ കുറേ സാധനങ്ങൾ ഈ ഇമേജസിൽ ആഡ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഇമേജിൻ്റെ തന്നെ പല വെർഷൻസ് വേണമെങ്കിൽ ഇവിടെ ആഡ് ടു പ്രോംപ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വന്നിട്ട് നിങ്ങൾ ഡിഫറെൻറ്റ് വെർഷൻസ് എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിൽ ഡിഫറൻറ്റ് വെർഷൻസ് നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറൻറ്റ് വെർഷൻ എന്ന് വെറുതെ ടൈപ്പ് ചെയ്ത് കൊടുത്ത സമയത്ത് കുറേയധികം കളർ ഗ്രേഡുകളും കുറേ സാധനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിലേക്ക് പോകണ്ട. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സെലക്ട് ചെയ്ത് ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് വീണ്ടും ഡിഫറൻറ്റ് കൊടുത്തിട്ട് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് അത് സെലക്ട് ചെയ്തിട്ട് അതിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ ഞാൻ ഇപ്പോൾ തന്നെ നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് താഴെ ഉള്ളതിലേക്ക് തന്നെ പോവുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2 ഫോട്ടോയ്ക്കും ഒരു പ്രശ്നമുണ്ടല്ലേ. അതായത് ആ ഒരു സബ്ജക്റ്റ് ഏകദേശം ഓക്കെ ആയിട്ടുണ്ട്. അതായത് കുതിര ഓടിക്കുന്ന വാരിയറാണ്, അയാൾ വളരെ വേഗത്തിലാണ് കുതിര ഓടിക്കുന്നത്. ആ ഒരു മോഷൻ ബ്ലറും ആ ഒരു കാര്യങ്ങളൊക്കെ
ഒക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്ക് അൺറിയലിസ്റ്റിക് ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു സാധനം എന്താണ്? ആ ഒരു ചന്ദ്രനാണ്. ചന്ദ്രൻ ഒരുമാതിരി ഭയങ്കര വലുതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഈ ചന്ദ്രൻ്റെ സൈസ് നമുക്കൊന്ന് ചെറുതാക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനായിട്ട് നമുക്കെന്താ ഈ ഒരു ആഡ് ടു പ്രോംപ്റ്റിലേക്ക് പോവുക. എന്നിട്ട് ഞാൻ എന്താ റെഡ്യൂസ് മൂൺ സൈസ് എന്നുള്ളൊരു ചെറിയൊരു പ്രോംപ്റ്റ് മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. എന്നിട്ട് നമുക്ക് അവിടെയും നമുക്ക് അതിൻ്റെ ഒരു 4 വെർഷൻസ് വേണേൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരേ സമയം എന്താ 4 വെർഷൻസ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നോക്കാം ഏറ്റവും ബെറ്റർ ആയിട്ട് വരുന്നത് ഏതാണെന്ന്. കണ്ടില്ലേ, പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ ആ ഒരു ഡ്രസ്സ് മാറി. അങ്ങനെ നിങ്ങൾക്ക് പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഈ ഇമേജസിൽ എന്ത് ചേഞ്ചസ് വരുത്തണോ അതെല്ലാം തന്നെ സിമ്പിളായിട്ട് വരുത്താൻ പറ്റുന്നതാണ്. പ്രഭാസൊക്കെ വന്നിട്ടുണ്ടല്ലോ ഇതിനകത്ത്, ഇല്ലേ? ഒരു പ്രഭാസിൻ്റെ ഒരു ലുക്കൊക്കെ ഇല്ലേ? ഗൂഗിൾ ആപ്സിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് ചില ആർട്ടിസ്റ്റിൻ്റെയൊക്കെ ഫേസ് കയറി തന്നെ വരാറുണ്ട് നമ്മൾ കൊടുത്തില്ലെങ്കിൽ പോലും. എന്നാൽ അതുപോലെ തന്നെ നിങ്ങൾ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഫേസ് ഇതിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർ സമ്മതിക്കില്ല, ഫേസ് ആർട്ടിസ്റ്റിന് ഉപയോഗിക്കാൻ പറ്റില്ല എന്നൊക്കെ പറയാറുണ്ട്. എനിക്കൊന്ന് ഗ്ലിച്ച് ആയിരിക്കും, അല്ലെങ്കിൽ ടെക്നിക്കൽ എറേഴ്സ് ആയിരിക്കും. ഇപ്പോഴും എക്സ്പെരിമെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഔട്ട്പുട്ട് ആ ഒരു ഫൈനൽ പെർഫെക്റ്റ് സാധനം ഒന്നും എത്തിയിട്ടില്ല ഇതുവരെ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ക്യാമറ ആംഗിൾസ് ചേഞ്ച് ചെയ്യാം. ഇതാ പ്രോംപ്റ്റ് കൊടുത്തിട്ട് ഞാനിവിടെ ഹൈ ആംഗിളിലേക്ക് ക്യാമറ ആംഗിൾ ഹൈ ആക്കാനായിട്ട് പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. കണ്ടില്ലേ, സെയിം ഷോട്ട് തന്നെ നമുക്ക് ഇത്തരത്തിൽ ആ ഒരു ക്യാമറ ആംഗിൾ മാറ്റിയിട്ട് ഹൈ ആംഗിളിലേക്ക് മാറ്റാൻ പറ്റിയിട്ടുണ്ട്. അവിടെ ആ ഒരു കുതിരയുടെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ആ ഒരു കുതിരയുടെ ആ ഒരു മോഷൻ ബ്ലറും അല്ലെങ്കിൽ വെള്ളം തെറിക്കുന്നതും അതിൻ്റെ കാൽപ്പാട് സഹിതം കൃത്യമായിട്ട് വന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതെന്ന് പറയുന്നത് ഒരിക്കലും ഒരു ഹൈപ്പർ റിയലിസ്റ്റിക് അല്ലെങ്കിൽ വീഡിയോ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ല. ഇതെന്ന് പറയുന്നത് ഒരു സ്റ്റോറി ബോർഡ് തയ്യാറാക്കാൻ പറ്റിയൊരു സാധനമാണ്. അതായത് നിങ്ങളുടെ തിരക്കഥയിൽ എത്ര സീനുകളുണ്ടോ ഈ സീനുകളെ എടുത്തിട്ട് ഇങ്ങനെ നിങ്ങൾ സ്റ്റോറി ബോർഡ് ആദ്യം തയ്യാറാക്കണം. ഫിലിം മേക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഓരോ ഷോട്ടിനും നിങ്ങൾ സ്റ്റോറി ബോർഡ് തയ്യാറാക്കണം. ഈ സ്റ്റോറി ബോർഡിനെ റെഫറൻസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഇതിന് മോഷൻസ് കൊടുത്തിട്ട് ഇതിനെ ഈ വീഡിയോ ആക്കേണ്ടത്. അങ്ങനെ ആക്കാൻ നേരം ഇത്തരത്തിൽ പ്രോംപ്റ്റ് ചെയ്യാൻ നേരം ഈ പറഞ്ഞ കണക്ക് റിഫ്ലക്ഷൻസിൻ്റെ പ്രശ്നവും അല്ലെങ്കിൽ മൂവ്മെൻറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അതെല്ലാം നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് മാറ്റണം. അപ്പോൾ ഞാൻ എക്സാമ്പിളായിട്ട് പറയുകയാണ്, ആദ്യം നിങ്ങൾ പ്രോംപ്റ്റിങ് വൃത്തിയായിട്ട് പഠിക്കുക. ഈ പറഞ്ഞ കണക്ക് ഞാനിപ്പോൾ ഈ സിനിമാറ്റിക് ആയിട്ടുള്ള പ്രോംപ്റ്റ് ചെയ്തില്ലേ, അത് എങ്ങനെയാണെന്നുള്ളത് വൃത്തിയായിട്ട് പഠിക്കുക. അത് നിങ്ങൾ കുറേ പ്രാക്ടീസ് ചെയ്യുക. കാരണം എന്ന് പറഞ്ഞാൽ എന്താ പറയുക, ഇത്തരത്തിൽ പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ പ്രോംപ്റ്റിങ് ബെറ്ററായി വരും. കാരണം ഇതിൻ്റെ ഒരു പ്രോപ്പർ കോഴ്സോ സ്ട്രക്ചറോ എവിടെയില്ല. ഞാൻ തന്നെ ഇപ്പോൾ കഴിഞ്ഞ 6 മാസമായിട്ട് ഇത് പല ട്രയലും അതും ഇതും എല്ലാം എടുത്ത് ചെയ്താണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ മനസ്സിലാക്കിയെടുത്തത്. അപ്പോൾ അതേപോലെ ഇത്തരത്തിൽ എന്താ പറയുക, നിങ്ങൾ ചെയ്ത് പഠിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അങ്ങനെ നിങ്ങൾ ചെയ്ത് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ എന്താണ് ഇത് ഇവിടെ നടക്കുന്നത് എന്നുള്ളൊരു ധാരണ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തിരക്കഥയിൽ നിന്ന് വിഷ്വൽ പ്രോംപ്റ്റിലേക്ക് മാറുന്ന സമയത്ത് അതിൽ നിങ്ങളൊരു വിഷ്വൽ കോൺടെക്സ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ അതിൽ വാട്ട്, വെന്ന്, വേറ്, വൈ തുടങ്ങിയ കാര്യങ്ങൾ, അതുപോലെ തന്നെ കോസ്റ്റ്യൂം, അതിൻ്റെ കളർ, അങ്ങനത്തുള്ള കുറേ കാര്യങ്ങൾ എന്തായാലും എഴുതി വെക്കേണ്ടതുണ്ട്. എന്നാൽ അതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് പോകുകയാണെങ്കിൽ വിഷ്വൽ പ്രോംപ്റ്റിങ്ങിൽ നിങ്ങൾ എന്താണ് ഷോട്ട്, അതിൻ്റെ ആംഗിൾ എന്താണ്, അതുപോലെ തന്നെ ലൈറ്റിങ്, അതുപോലെ മോഷൻ ബ്ലർ, എഫക്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങളും ആഡ് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം കൂടി നിങ്ങൾ കുറേ സാധനങ്ങളുണ്ട്, ഞാൻ എല്ലാത്തിനോട് പേര് പറഞ്ഞിട്ട് നിങ്ങളെ കൺഫ്യൂഷൻ ആക്കുന്നില്ല. എന്നാൽ ഈ പറഞ്ഞ കുറേ സാധനങ്ങൾ ഒരുമിച്ച് ആഡ് ചെയ്തിട്ട്, ഈ പറയുന്ന എല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നിങ്ങളൊരു സാധനം ജനറേറ്റ് ചെയ്യുമ്പോഴായിരിക്കും ഒരു സിനിമാറ്റിക് വൈബ് വരുന്നത്. അങ്ങനെ നിങ്ങളുടെ ആ ഒരു മുഴുവൻ സിനിമയുടെയും ഷോട്ട് ആദ്യം ജനറേറ്റ് ചെയ്യണം. അങ്ങനെ ഷോട്ട് ജനറേറ്റ് ചെയ്തിട്ട് അതിനൊരു റെഫറൻസ് ആക്കി വെച്ചിട്ടായിരിക്കണം പിന്നീട് നിങ്ങൾ പ്രോപ്പർ ഫിലിം മേക്കിങ്ങിലേക്ക് ഇറങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ഈ ജനറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ സാധനം എന്ന് പറയുന്നത് ഒരു കാർട്ടൂണിക് ഫീൽ ഉണ്ടായിരിക്കാം, ഒരു കുറച്ചെങ്കിലും ഒരു സ്ലോപ്പ് അതിനുണ്ടായിരിക്കാം. എന്നാൽ നിങ്ങൾ വീഡിയോയിലേക്ക് മാറ്റുന്ന സമയത്തായിരിക്കും പ്രോപ്പറായിട്ടുള്ള ആ ഒരു മോഷനും അതുപോലെ തന്നെ ഇമോഷൻസും ആ പറഞ്ഞ ക്യാമറ മൂവ്മെൻറ്റും പല കാര്യങ്ങളും അതിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ അത് കുറച്ചുകൂടെ അഡ്വാൻസ് ആണ്. തൽക്കാലം നിങ്ങൾ ഈ പറയുന്ന പ്രോംപ്റ്റിങ്ങിൽ ഫോക്കസ് ചെയ്യുക. കാരണം ഒരു 50% ഇതിൻ്റെ പ്രോംപ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഈ പ്രോംപ്റ്റിംഗ് ബെറ്റർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് മുന്നിലേക്ക് ഹൈ ക്വാളിറ്റിയുള്ള നല്ല സാധനങ്ങൾ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ വെറുതെ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന സാധനമല്ല, പ്രോംപ്റ്റിംഗ് ബെറ്റർ ആവുന്നതിനനുസരിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് അത് ഫാർ ബെറ്റർ ആയിരിക്കും. അപ്പോൾ കഴിഞ്ഞ 6 മാസം മുമ്പ് ഞാൻ റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ ഇട്ടിരുന്നു. അന്നാണ് ഞാൻ ആദ്യമായിട്ട് വെച്ചിട്ട് ഫിലിം മേക്കിംഗ് ചെയ്യാനായിട്ട് ശ്രമിച്ചിരുന്നത്. അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോഴും എന്താ കണ്ടിന്യൂസ്ലി ഞാൻ ഇതെല്ലാം തന്നെ പഠിച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഇതിൻ്റെ ക്വാളിറ്റി കൂട്ടിക്കൊണ്ട് വരാനായിട്ട് പറ്റുകയുള്ളൂ. അതായത് സിനിമ എന്തോ ഭയങ്കര പാടും ഇത് ഭയങ്കര ഈസി ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. സിനിമ ചെയ്യാനൊരു ക്രിയേറ്റീവായിട്ട് ഒരു ഡയറക്ടർ അല്ലെങ്കിൽ ഒരു റൈറ്റർ എത്ര എഫേർട്ട് എടുക്കുന്നോ അത്ര തന്നെ എഫേർട്ട് നിങ്ങൾ ഇത് ചെയ്യാനായിട്ടും എടുക്കേണ്ടതുണ്ട്. ഇത് കുറച്ചുകൂടെ ഈസി, അതായത് ആക്സസിബിലിറ്റി, സിനിമയ്ക്ക് പുറത്തുള്ള ഒരാൾക്ക് പെട്ടെന്ന് ഇത് ചെയ്യാനായിട്ട് ഉള്ള സഹായിക്കുന്ന ഒരു ടൂൾ എന്നുള്ള രീതിയിലേക്ക് മാത്രം കുറച്ചുകൂടി എന്താ പറയുക സിനിമ ജനകീയമാക്കാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് മാത്രമാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ വീഡിയോയുടെ തുടക്കം ഞാൻ
പറഞ്ഞിരുന്നത് പോലെ ഒരു കിടിലം AI ടൂൾ നിങ്ങളെ പരിചയപ്പെടുത്തി തരാം. അതായത് നിങ്ങൾ AI ഫിലിം മേക്കിംഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ വെറുതെ പ്രോംപ്റ്റ് കൊടുത്ത് ജനറേറ്റ് ചെയ്യുന്നതിന് പകരം നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്ന വിഷ്വൽ ഏത് ക്യാമറയിൽ എടുത്ത ക്വാളിറ്റിയിൽ വേണമെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും, ഏത് ലെൻസ് ഇട്ട് അത് ഷൂട്ട് ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനൊപ്പം തന്നെ അപ്പറേച്ചറും ഫോക്കൽ ലെങ്തും ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് മാനുവലി സെറ്റ് ചെയ്തിട്ട് അതേ ക്വാളിറ്റിയിൽ ഔട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കിടിലം AI ടൂൾ, അതാണ് ഹിക്സ്ഫീൽഡ് AI. അപ്പോൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് നിങ്ങൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട് AI വീഡിയോ ജനറേറ്റർ എന്ന് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അവരുടെ വെബ്സൈറ്റിലേക്ക് എല്ലാം പറ്റും. അപ്പോൾ ഇവിടെ കുറേ അധികം കാര്യങ്ങൾ ഇങ്ങനെ ചവറ് പോലെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ മുകളിലേക്ക് വരികയാണെങ്കിൽ സിനിമ സ്റ്റുഡിയോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് താഴേക്ക് വരാൻ നേരത്ത് കാണാൻ പറ്റും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് പ്രോംപ്റ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ട്. അതായത് ഫ്ലോയിൽ എങ്ങനെയാണോ അതേ സെറ്റപ്പ് തന്നെ ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഇവിടുത്തെ ഏറ്റവും വലിയ മനോഹാരിത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലോയിൽ നമ്മൾ പ്രോംപ്റ്റ് ചെയ്തിട്ട് നമുക്ക് വേണ്ട ഷോട്ട് ഇന്നതാണെന്നുള്ളത് പ്രോംപ്റ്റ് ചെയ്ത് ഇൻപുട്ട് കൊടുക്കണമായിരുന്നു. എന്നാൽ ഇവിടേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ക്യാമറ ഏത് വേണം സെലക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ കുറേ അധികം ക്യാമറകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഈ ക്യാമറ ഏത് വേണം നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ലെൻസ് ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എത്രയാണ് സെറ്റ് ചെയ്യേണ്ടത്, ഓരോ ഷോട്ടിനും എത്രയാണ് സെറ്റ് ചെയ്യേണ്ടത് കൊടുക്കാൻ പറ്റും. അതുപോലെ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ അപ്പറേച്ചറും സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന കണക്ക് എന്താ പറയുക, പ്രീമിയം എടുക്കുന്നവർക്ക് ഇതിൻ്റെ ഓപ്ഷൻസ് കൂടുതൽ കിട്ടുന്നതായിരിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ അത് കൊടുത്തിട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതുപോലെ തന്നെ നോക്കുകയാണെങ്കിൽ നിങ്ങൾ വീഡിയോയിലേക്ക് വരികയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ക്യാമറ മൂവ്മെൻറ്റ്, അതായത് ക്യാമറ മൂവ്മെൻറ്റ് ഏത് വേണോ എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക് വേണോ, ഹാൻഡ് ഹെൽഡ് വേണോ, സൂം ഔട്ട് വേണോ, സൂം ഇൻ വേണോ എന്നൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ പറ്റും. കുറേ അധികം ക്യാമറ മൂവ്മെൻറ്റ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ആ ഒരു ആസ്പെക്ട് റേഷ്യോ ഏത് വേണമെന്ന് കൊടുത്തിട്ടുണ്ട്. സിനിമാറ്റിക് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അത് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. എത്ര സെക്കൻഡ് ആയിരിക്കണം നിങ്ങളുടെ ആ ഒരു ഡ്യൂറേഷൻ. നിങ്ങൾക്ക് ചെറിയൊരു ഷോട്ട് വന്നെങ്കിൽ നിങ്ങൾക്ക് 5 സെക്കൻഡ് ജനറേറ്റ് ചെയ്യാൻ പറ്റും, ഇല്ലെങ്കിൽ 10 ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓഡിയോ വേണോ എന്നുള്ളൊരു സാധനം ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്ലോ മോഷൻ ആണെങ്കിൽ അതിന് പ്രത്യേക ഇവിടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനി സ്റ്റാർട്ട് തൊട്ട് എൻഡ് വരെയുള്ള ഫ്രെയിംസ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് സിനിമയ്ക്ക് വേണ്ടിയിട്ട്, അതായത് സിനിമ സ്റ്റുഡിയോ എന്ന് പറയുന്നത് സിനിമ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർ ആയിട്ടുള്ള ഒരു സാധനമാണ്. ഇത് കുറച്ചുകൂടെ ഈസി ആണെന്ന് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ വീഡിയോ അവസാനിക്കുന്നതിന് മുമ്പായിട്ട് വർക്ക്ഷോപ്പിൻ്റെ കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. സ്ക്രിപ്റ്റ് റൈറ്റിങ്ങും ഫിലിം മേക്കിങ്ങും പഠിപ്പിക്കുന്ന ഇന്നത്തെ ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള ബെസ്റ്റ് ആയിട്ടുള്ള വർക്ക്ഷോപ്പ് തന്നെയായിരിക്കും ഇതെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരുന്നതാണ്. അപ്പോൾ വർഷത്തിൽ ഒരൊറ്റ വർക്ക്ഷോപ്പ് മാത്രമേ ഞാൻ നടത്തുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വർക്ക്ഷോപ്പിൽ ഇനി കയറണമെങ്കിൽ അടുത്തൊരു വർഷം കൂടി കാത്തിരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇത്രയും ശക്തമായിട്ട് വളരുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ഇത് പഠിച്ചിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും തന്നെ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോഴേക്കും